ദഖായിഖ് മഅല്ലാഹ്, അല്ലാഹുവിൻ്റെ കൂടെ ഏതാനും നിമിഷങ്ങൾ. അസ്മാഉല്ലാഹിൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ദഖായിഖും മഅല്ലാഹ്, അല്ലാഹുവിൻ്റെ കൂടെ ഏതാനും നിമിഷങ്ങൾ. സഹോദരന്മാരെ, ഇന്ന് അസ്മാഉല്ലാഹിൽ ഹുസ്നയിലെ അല്ലാഹു എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. സൃഷ്ടാവും രക്ഷിതാവും നിയന്താവും ഉടമസ്ഥനും വിധികർത്താവും ആരാധ്യനുമായ റബ്ബിനെ കുറിക്കുന്ന തുല്യതയില്ലാത്ത നാമമാണ് അല്ലാഹ്. വിശിഷ്ട നാമങ്ങളിൽ അഥവാ അസ്മാഉല്ലാഹിൽ ഹുസ്നയിൽ ഏറ്റവും മഹത്തായ വചനം, പ്രൗഢിയും ആദരവും മഹത്വവും ഗാംഭീര്യവുമുള്ളവൻ, സത്തയിലും വിശേഷ ഗുണങ്ങളിലും സൗന്ദര്യത്തിലും പൂർണ്ണത നേടിയവൻ, നമ്മുടെ കണ്ടനാടിയേക്കാളും നമ്മുടെ ഏറ്റവും അടുത്തവൻ. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും വിശേഷ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ജലാലിയത്തിൻ്റെ അഥവാ പ്രൗഢിയുടെ നാമമാണ് അള്ളാഹു. സർവവിധ ദിവ്യഗുണങ്ങളും ഒത്തിണങ്ങിയ ഈ വചനം മറ്റാർക്കും നാമമായി പോലും ഉപയോഗിക്കാവതല്ല. അറബി ഭാഷയിൽ ബഹുവചനം പോലുമില്ലാത്ത എല്ലാറ്റിനും മതിയായ ഏകറബ്ബാണവൻ. വിശുദ്ധ ഖുർആനിൽ 2697 പ്രാവശ്യം ഈ വചനം വന്നിട്ടുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിലും ധാരാളമായി കാണാം. സൃഷ്ടികളുടെ എല്ലാ ആശ്രയവും അവൻ മാത്രമാണ്. 99 നാമങ്ങളിൽ ഏറ്റവും മഹത്തായ നാമമാണ് അല്ലാഹു എന്നത്. ആരാധ്യൻ എന്നർത്ഥം വരുന്ന ഇലാഹ് എന്ന അറബി പദത്തോട് അൽ ചേർന്നുണ്ടായ നാമമാണ് ഇത്. അൽ ചേർന്നു വന്നപ്പോൾ അൽ ഇലാഹ് അല്ലാഹ് എന്നായി. ഇംഗ്ലീഷിലെ ജി പോലെ നിശ്ചിതമായ ഒന്നിനെ കുറിക്കാൻ വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് അൽ. അപ്പോൾ അല്ലാഹു എന്നതിന് സാക്ഷാൽ ആരാധ്യൻ, സാക്ഷാൽ ദൈവം, പരമേശ്വരൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ചില പണ്ഡിത ശിരോമണികൾ പറയുന്നത് അല്ലാഹ് എന്നത് പണ്ട് മുതലേയുള്ള നാമമാണ്. അതിൽ ചേർക്കാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് എത്രയോ മുമ്പ് മുതൽ തന്നെ സാക്ഷാൽ ദൈവം, ഉടയതമ്പുരാൻ, പരമേശ്വരൻ എന്ന അർത്ഥത്തിൽ അല്ലാഹ് എന്ന തിരുനാമം അറബികൾക്ക് സുപരിചിതമായിരുന്നു, അല്ലാഹുവെ സ്മരിച്ചിരുന്നത്. ബഹുദൈവ വിശ്വാസികൾ പോലും ആത്യന്തിക സൃഷ്ടാവും പരിപാലകനും പരമേശ്വരനും ആണ് അല്ലാഹു എന്ന് സമ്മതിക്കുന്നു. മനുഷ്യപ്രകൃതി തന്നെ വിളിച്ചോതുന്ന യാഥാർത്ഥ്യവുമാണത്. ചിലരുടെ ജൽപ്പനങ്ങൾ പോലെ സൃഷ്ടി നടത്തി സ്വർഗത്തിൽ പോയി വിശ്രമിക്കുന്നവനല്ല, സദാസമയം സൃഷ്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവനാണവൻ. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറയുന്നു, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ. ആകാശഭൂമികളിലുള്ളവരൊക്കെയും തങ്ങളുടെ ആവശ്യങ്ങൾ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും എപ്പോഴും അവൻ ആ കാര്യനിർവഹണത്തിൽ തന്നെയാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദിഗോളങ്ങളെ അതിൻ്റെതായ ഭ്രമണപഥത്തിൽ കറക്കിക്കൊണ്ടിരിക്കുന്ന തമ്പുരാനാണവൻ. ഇന്നല്ലാഹ യുംസിക്കു സ്സമാവാതി വൽ അർദ് അൻ തസൂലാ വഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. 35-41 പറയുന്നത് അങ്ങനെയാണ്. ആകാശവും ഭൂമിയും ഭ്രമണപഥത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അവയെ പിടിച്ചു നിർത്തുന്നത് അല്ലാഹുവത്രേ. അതെങ്ങാനും തെല്ലടെയെങ്കിലും വ്യതിചലിച്ചാൽ അവയെ മുൻസ്ഥിതിയിൽ പിടിച്ചു നിർത്താൻ ആർക്ക് കഴിയും? സഹോദര, ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ ഹൃദയം ഒരു ദിവസം 1,00,000-ലധികം പ്രാവശ്യം മിടിക്കുന്നുണ്ട്. ആ മിടിപ്പ് ഒരു സെക്കൻഡ് നിന്നാൽ അതിനെ പ്രവർത്തിപ്പിക്കാൻ ആർക്ക് കഴിയും? ചുരുക്കത്തിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണർത്തുന്നൊരു കാര്യമാണ്, കടലിലൂടെ സഞ്ചരിക്കുന്ന നാം കൊടുങ്കാറ്റടിക്കുകയോ തിരമാല തകർത്തെറിയുകയോ ചെയ്യുമ്പോൾ നാം ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ആരാണോ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അവനാണ് ആ അല്ലാഹു. അവനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ മേഖലകളിലും അല്ലാഹുവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും
നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണർത്തുന്നൊരു കാര്യമാണ്, കടലിലൂടെ സഞ്ചരിക്കുന്ന നാം കൊടുങ്കാറ്റടിക്കുകയോ തിരമാല തകർത്തെറിയുകയോ ചെയ്യുമ്പോൾ നാം ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ആരാണോ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്? അവനാണ് ആ അല്ലാഹു. അവനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു പ്രപഞ്ച സൃഷ്ടികൾ അധികമായി വിളിക്കുന്ന നാമം. ഹാദൽ ഇസ്മുൽ അലീമു ജാമിഉൽ ജമീൽ അസ്മാഇ വസ്സിഫാ. ഈ മഹത്തായ നാമം പ്രപഞ്ചനാഥൻ്റെ എല്ലാ നാമങ്ങളെയും വിശേഷ ഗുണങ്ങളെയും ഉൾക്കൊള്ളുന്നു. സാക്ഷാൽ ദൈവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ നാമമാണ് അള്ളാഹ്. എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട്. വൽ അവ്വൽ വൽ ആഖിർ, അവനാണ് ആദ്യനും അന്ത്യനും. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു, അൻതൽ ആഖിറു വലൈസ ബഅദക ശൈഉൻ, നീയാണ് അന്ത്യൻ, നിനക്ക് ശേഷം മറ്റൊന്നുമില്ല. വലൈസ ഖബ്ലക ശൈഉൻ, നിന്റെ മുമ്പൊന്നുമില്ല, നിന്റെ തുടക്കത്തിന് ആരംഭവുമില്ല. അല്ലാഹുവിൻ്റെ ഈ നാമം വളരെ മഹത്തായ ആശയങ്ങളും മനോഹരമായ നന്മകളും മുറ്റി നിൽക്കുന്ന ഒന്നാണ്. അതിനെ മഹത്വവൽക്കരിക്കുകയും ആദരിക്കുകയും മനുഷ്യന് നിർബന്ധമായ ഒരു കാര്യമാണ്. എല്ലാ നന്മകളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു എന്ന തിരുവചനം ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ പിന്നെ ഖിയാമത്ത് നാളായിരിക്കും. അല്ലാഹ് എന്ന് കേട്ടാൽ സൃഷ്ടികൾക്കൊരു ഞെട്ടലും വിറയലും അനുഭവപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അല്ലാഹ് എന്ന തിരുനാമത്തിന് എത്രമാത്രം ഗാംഭീര്യവും സ്ഥാനവുമാണ് നൽകിയിട്ടുള്ളത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് ആദ്യമായി വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അഊദു ബില്ലാഹി മിൻക, ഞാൻ നിങ്ങളിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഉഅ്തി ബി അലി, നീ ഏറ്റവും മഹാനായ അള്ളാഹുവിലാണ് അഭയം തേടിയിട്ടുള്ളത്. മഹാനായ അള്ളാഹുവിൽ അഭയം തേടിയാൽ സൃഷ്ടികൾക്ക് പിന്നീട് ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണ് കാര്യമെങ്കിൽ അൽഹിഖി ബി അഹ്ലികി, നീ പോയി നിന്റെ കുടുംബവുമായി ചേരുക. സഹോദരങ്ങളെ, അള്ളാഹുവിൽ അഭയം തേടിയാൽ അതിനപ്പുറം മറ്റൊരു ശക്തിയും രക്ഷകനും ഉണ്ടാവുകയില്ല. സുഭദ്രവും സുസ്ഥിരവുമായി കാണപ്പെടുന്ന ഈ പ്രപഞ്ചം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഇച്ഛയാണെന്ന് ആദ്യകാലം മുതലേ മനുഷ്യർ വിശ്വസിച്ചു പോന്നിട്ടുണ്ട്. ബഹുദൈവ വിശ്വാസികൾ പോലും ആത്യന്തിക സൃഷ്ടാവും പരിപാലകനും പരമേശ്വരനുമാണ് അള്ളാഹു എന്ന് പണ്ട് മുതലേ സമ്മതിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവെ സംബന്ധിച്ച് അറിവ് നിർബന്ധമാണ് എന്ന് പുറമെ അത് ആനന്ദദായകമായ ഒരാസ്വാദനവും കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം. 4ാം ഖലീഫ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നാം കേട്ടിരിക്കും. ലദ്ദത്തു മഅരിഫത്തില്ലാഹി ശഗലത്തിനി അൻ ലദായി ദാമിദ് ദുനിയ. അള്ളാഹുവിനെ സംബന്ധിച്ച അറിവിൻ്റെ മാധുര്യം ദുനിയാവിലെ മറ്റെല്ലാ ആഹാര വിഭവങ്ങളുടെയും മാധുര്യത്തെയും ആസ്വാദനത്തെയും മറികടന്നിരിക്കുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ ആധികാരികമായ ദിക്റുകളിലും അല്ലാഹ് എന്ന തിരുനാമമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ അല്ലാഹ് എന്ന തിരുനാമമുണ്ട്. തക്ബീർ, അല്ലാഹു അക്ബർ, തഹ്മീദ്, അൽഹംദുലില്ലാഹ്, തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, ഹൗഖല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഹസ്ബല, ഹസ്ബിയല്ലാഹ്, ഇസ്തിർജാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സന്ദർഭത്തിൽ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് തഖല്ലഖൂ ബി അഖ്ലാഖില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വഭാവം അനുകരിക്കുക, സ്വീകരിക്കുക എന്ന റസൂലിൻ്റെ ആഹ്വാനം നിർബന്ധമായി നാം സ്വീകരിക്കുക. അതിന് ആദ്യമായി അള്ളാഹുവിൻ്റെ സ്വഭാവം എന്താണെന്ന് നാം പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു എത്രമാത്രം കാരുണ്യവാനാണ്, തൻ്റെ സൃഷ്ടികളുടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധയാണ് അവനുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴതാ ഒരു അറാബി പുറത്തുനിന്ന് ഉച്ചത്തിൽ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയുടെ അകത്തു നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, സഹോദരാ, നീ അള്ളാഹുവെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൽ ഹാജതക ഇന്നല്ലാഹ യൻദുറു ഇലൈക്. സഹോദര, നീ നിന്റെ ആവശ്യം ചോദിക്കുക. തീർച്ചയായും അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നീ യാ അർഹമർ റാഹിമീൻ എന്ന് പറഞ്ഞ് അള്ളാഹുവെ വിളിച്ചപ്പോൾ അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നീ നിന്റെ ആവശ്യം കൂടി പറയുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവശ്യം പറഞ്ഞു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് വല്ലതും സൃഷ്ടികൾ ചോദിക്കുക എന്നത് അവന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിനോട് ആവശ്യമുള്ളതെല്ലാം ചോദിക്കുക, അത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇബ്നു ആദം യഗ്ലിബ്, അധികം ചോദിക്കുകയാണെങ്കിൽ, മനുഷ്യനോടാണ് ചോദിക്കുന്നതെങ്കിൽ 2-3 പ്രാവശ്യം കഴിഞ്ഞാൽ അവൻ ദേഷ്യപ്പെടും. പക്ഷേ അള്ളാഹു ദേഷ്യപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ അതിന് കൂടുതൽ സന്തോഷമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് നാം കൂടുതൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ആ ഗുണങ്ങൾ, വിശേഷ ഗുണങ്ങൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.